എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണണം. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല, പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കാണണമെന്ന് ഞാനൊന്ന് പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പോൾ ദൈവം എന്നോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ എൻ്റെ വിഷയങ്ങൾ, മറ്റുള്ളവരുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെളുപ്പിന് ഒരു സ്വപ്നം കണ്ടതാണ്. എനിക്കറിയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുണ്ട്. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ആ മരണപ്പെട്ടു പോയതിൻ്റെ ഷോക്കിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുവാനായിട്ട് ഇടയായത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിങ്ങ് പോന്നു. ഓക്കെ. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കാരണം ഞാനൊരു സാധാ വിശ്വാസിയാണ്. ഇവരോടൊന്നും ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ വിളിച്ചു പറയാൻ പോയാൽ അവരൊന്നും ഏറ്റെടുക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പോകണ്ട എന്ന് വെച്ചു. അങ്ങനെ അവരോട് വിളിച്ച് പറയണ്ട, നമ്മൾ പ്രാർത്ഥിക്കാം. കാരണം ദൈവം എന്തിനാണ് നമ്മളെ സ്വപ്നങ്ങൾ കാണിക്കുന്നത്, അല്ലേ? ദൈവം സ്വപ്നങ്ങളെ കാണിച്ച് നമ്മളെ ഭയപ്പെടുത്താനാണോ? ഒരിക്കലുമല്ല. എന്തിനാണ് നമ്മളെ സ്വപ്നങ്ങൾ കാണിക്കുന്നതും? ദൈവം കാണിക്കുന്നത് എന്തെങ്കിലും അനർത്ഥങ്ങൾ നമ്മൾക്ക് വരുന്നുണ്ട് എന്നും നമ്മൾക്ക് മുൻകൂട്ടി ദൈവം അറിയിപ്പ് തരുന്നത് എന്തിനാണ്? അതിനകത്തൊരു വിടുതൽ ഉള്ളത് കൊണ്ടാണ് ദൈവം നമ്മൾക്ക് ആ ഒരു അറിയിപ്പ് തരുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളെ ഒന്നും നമ്മൾ ചുമ്മാ കളയരുത്. ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ നമ്മളോട് സംസാരിക്കുന്നതും അതൊക്കെ നമ്മൾ ചുമ്മാ കളയരുത്. അത് നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഈ അനർത്ഥങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ സ്വപ്നം കാണിക്കുകയും നമ്മളോട് ഇടപെടുകയും ചെയ്യുന്നത് എന്തിനാ? അതിനകത്തൊരു നീക്കുപോക്ക് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ അനർത്ഥം നമ്മൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നത് ആരാ? അത് ദൈവം പ്ലാൻ ചെയ്യുന്നതല്ല. ദൈവം പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ അത് ദൈവം നമ്മളെ കാണിച്ചു തരേണ്ട കാര്യമില്ല. ദൈവം പ്ലാൻ ചെയ്യുന്നതല്ല, അത് ആര് പ്ലാൻ ചെയ്യുന്നതാണ്? അത് പിശാച് പ്ലാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ അത് കാണിച്ചു തരുന്നത്. അത് കാണിച്ചു തന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിടുതലുണ്ട്, അതിനകത്ത് നമ്മൾക്ക് ജയമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ദൈവത്തിൻ്റെ പദ്ധതികളാണ് എങ്കിൽ ദൈവം ഒരിക്കലും നമ്മൾക്കത് കാണിച്ചു തരേണ്ട കാര്യമില്ല. കാരണം നമ്മളത് പ്രാർത്ഥിച്ചാൽ വിടുതലില്ല, അതിന് നീക്കുപോക്കില്ല. ഓക്കെ. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. എന്നാൽ അപൂർവം ചില വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മാറ്റിയതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ? നമ്മളുടെ ഹിസ്കിയാവ് മരണത്തോട് മല്ലടിച്ചു കിടന്നു. അപ്പോൾ ദൈവം ഹിസ്കിയാവിനോട് പറഞ്ഞു, നിന്റെ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കിക്കൊള്ളുക, അല്ലെ? പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്റെ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരണപ്പെട്ടു പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഹിസ്കിയാവും ചുമരിനോട് മുഖം തിരിച്ച് അവിടെ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു, അല്ല? ദൈവത്തോട് കരഞ്ഞു. മറ്റാരോടും പറഞ്ഞില്ല. ദൈവത്തോട് കരഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്തതൊക്കെ അവിടുന്ന് ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവം ആ മരണം പ്രവചിച്ച് അതേ പ്രവാചകനെ തിരിച്ചയച്ചിട്ട് പറഞ്ഞു, നീ ചെന്നിട്ട് പറ, നിൻ്റെ ആയുസ്സിനോട് കൂടെ 15 വർഷവും കൂടെ ഞാൻ നീട്ടി തന്നിരിക്കുകയാണെന്ന് അവനോട് പോയിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ വന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കിട്ടിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കുക, ചിലതൊക്കെ, അല്ലേ, ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ നമ്മളുടെ ജീവൻ എടുക്കുവാൻ ആര് ശ്രമിക്കും? ഈ പിശാച് എന്ന് പറയുന്നവൻ ശ്രമിക്കും. അതെന്തിനാ പിശാച് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾക്കറിയാം, പിശാചിൻ്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മളെ കുരുക്കുക, കഷ്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണോ? അല്ല. യഥാർത്ഥത്തിലുള്ള അവൻ്റെ പ്ലാൻ എന്താണ്? ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് നമ്മൾ കടക്കരുത്. അതായത് അവന് നഷ്ടമായ ആ ഒരു സൗഭാഗ്യം അവന് പകരം തിരഞ്ഞെടുത്ത മനുഷ്യന് എന്തുണ്ടാകരുത്? മനുഷ്യന് ലഭിക്കരുത്. അതുകൊണ്ട് അവൻ ആ ഒരു നന്മ നഷ്ടമാക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു സ്വർഗം, ഒരു നിത്യത നമ്മൾക്ക് നഷ്ടമാക്കുവാനായിട്ടാണ് ഈ പിശാച് ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഓർക്കുക, ഈ ചില മരണങ്ങളൊക്കെ പിശാച് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഒരു പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരുങ്ങിയായിരിക്കുകയല്ലേ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നമ്മൾക്ക് മുന്നറിയിപ്പ് തന്ന് നമ്മളെ ഒരുക്കി ദൈവം നമ്മളെ നിത്യത്തിലേക്ക് എടുക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ചിലപ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ മുഴുകി നമ്മൾ ഇങ്ങനെ ജീവിക്കുകയായിരിക്കും. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരുങ്ങാത്ത സമയത്ത് ആരാ വരുന്നത്? ഈ പിശാച് വന്നിട്ട് എന്ത് ചെയ്യും? ഇവൻ നമ്മളെ കുരുക്കി അങ്ങ് തീർത്ത് കളയും. അപ്പോൾ എന്താണ്? നമ്മൾക്ക് നിത്യത നഷ്ടമാക്കും. ഇതാണ് പിശാചിൻ്റെ പ്ലാൻ. അതുകൊണ്ട് ആ പ്ലാൻ പിശാച് ഇടുമ്പോൾ അത് അറിഞ്ഞ് ദൈവം നമ്മളെ അത് അറിയിച്ച് നമ്മൾക്ക് മുന്നറിയിപ്പ് തരുന്നത് എന്തിനാ? അതിനകത്ത് നമ്മൾക്കൊരു നീക്കുപോക്കുണ്ട്. ഇനി നീക്കുപോക്ക് മാത്രമാണോ? നീക്കുപോക്ക് മാത്രമല്ല, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനസാന്തരപ്പെടണം, നമ്മൾ ഒരുങ്ങണം, അല്ലേ? അപ്പോൾ ഈ ക്രിസ്ത്യാനികളായിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ പെന്തക്കോസ്തുകാരൊക്കെ ഈ രാഷ്ട്രീയത്തിനകത്തോട്ട് ഇറങ്ങുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം ഞാൻ വിശ്വാസത്തിന് മുൻപേ ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. നമ്മൾ വിശ്വാസത്തിലൂടെ
ദൈവത്തിലോട്ടും അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും പോയി അംഗത്വം എടുക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനോടും എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അവരുടെ മുൻപിൽ എന്താണ്, നമ്മൾ രാഷ്ട്രീയക്കാരനൊക്കെ ആയി നടക്കണമെങ്കിൽ നമ്മളുടെ ചില മൂല്യങ്ങളൊന്നും നമ്മൾക്ക് സൂക്ഷിക്കുവാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ തന്നെ, അതായത് എന്നെ ഈ സ്വപ്നം, ഒരു രാഷ്ട്രീയക്കാരൻ്റെ മരണമാണല്ലോ ദൈവം എന്നെ സ്വപ്നം കാണിച്ചതും. അപ്പോൾ ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയെ ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ആ വ്യക്തിയെ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പുള്ളി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അച്ഛന്മാരുടെ, ഒരുപാട് മെത്രാന്മാരുടെ, ഒരുപാട് പാസ്റ്റർമാരുടെയൊക്കെ ഈ എന്താ പറയുക പെണ്ണ് കേസുകൾ പുള്ളി ഒതുക്കി കൊടുത്തിട്ടുണ്ടെന്ന്. ഓർക്കുക, തെറ്റ് ചെയ്യുന്നവനും തെറ്റിന് കൂട്ടു നിൽക്കുന്നവനും ആരാണ്? തെറ്റുകാർ തന്നെയാണ്. അങ്ങനെയൊക്കെ പുള്ളി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് ഞാൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് എന്നോട് ദേഷ്യം തോന്നി പുള്ളി എന്നെ ശത്രുപക്ഷത്ത് നിർത്തി കളയുകയാണ് ചെയ്തത്. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ നീങ്ങേണ്ട ഒരു പാതയുണ്ട്, നമ്മൾ കൂട്ടുകൂടേണ്ട ചില ഇടങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് വിട്ട് നമ്മൾ ചില അന്യായമായ കൂട്ടുകെട്ടുകളിൽ നമ്മൾ ചെന്ന് ചാടരുത്. അങ്ങനെ നമ്മൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പിശാച് നമ്മളെ എടുത്ത് അമ്മാനമാടുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇപ്പോൾ ഓർക്കുക, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇത് കടന്നു വരാമല്ലേ. കാരണം എന്താ, ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. അപ്പോൾ ഈ പിശാച് എപ്പോഴാണ് നമ്മൾക്കെതിരെ കെണികൾ ഒരുക്കുന്നത്? അവൻ എന്തെങ്കിലും പഴുത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ പഴുത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് പിശാച് കെണികളും നമ്മൾക്കെതിരെ കുരുക്കുകളും കെണികളും ഒക്കെ ഒരുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾക്ക് സ്വപ്നങ്ങൾ കാണിച്ചു തരുമ്പോൾ അതിനകത്ത് ഒന്ന്, അതിന്മേൽ ദൈവം നമ്മൾക്ക് ജയം തരും. രണ്ടാമത്തത് എന്താണ്, നമ്മൾ ക്രമീകരിക്കേണ്ട ഇടങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടും കൂടിയുള്ളൊരു അവസരമാണ് ദൈവം നമ്മളുടെ മുൻപിൽ ഒരുക്കി തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ദിവസങ്ങളിൽ? അത് അല്ലേ, ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സ്വപ്നം ഇങ്ങനെ എന്നെ ദൈവം കാണിച്ചു. ഞാനത് എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ എന്തായാലും കാണിക്കണമല്ലോ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ദൈവം അത് എന്നെ കാണിച്ചതെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണം. ആ വിഷയം ദൈവം നമ്മളെ കാണിക്കുമ്പോൾ അത് ആരുടെ വിഷയമാകട്ടെ അല്ലേ, ചിലപ്പോൾ ആരുമല്ലാത്ത ചിലരുടെ വിഷയങ്ങളൊക്കെ ദൈവം നമ്മളെ കാണിക്കും. അതെന്തിനാണ്? നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ദൈവം അതിനൊരു നീക്കുപോക്ക് കൽപ്പിക്കും. ഇനി ദൈവം നീക്കുപോക്ക് കൽപ്പിക്കുക മാത്രമല്ല, ആ പുള്ളി പിന്നെയും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ആ വ്യക്തികൾ വീണ്ടും ഒരു ദൈവഭാഗത്തോട്ട് നല്ല പൂർണ്ണമായ മനസ്സോടെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ നമ്മൾക്കറിഞ്ഞുകൂടെ. എന്തായാലും നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ പ്രാർത്ഥിക്കുക. അല്ല എങ്കിൽ നമ്മൾ അതിന് ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന മെയിൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾക്കറിയാം, ഇന്ന് ഓരോ വിഷയങ്ങളിലും ഈ പിശാച് എപ്പോഴും നോട്ടമിടുന്നത് ആരെയാണ്? ദൈവത്തിന്. ഇപ്പോൾ ആ രാഷ്ട്രീയക്കാരൻ്റെ കാര്യം പറഞ്ഞു. ആ പുള്ളിനെ കൊണ്ട് ഒത്തിരി ദൈവമക്കൾക്കും ദൈവസഭയ്ക്കൊക്കെ ഒത്തിരി ഉപകാരമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പൈസയൊക്കെ സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടിയൊക്കെ മുടക്കിയ ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ സഭയ്ക്ക് ഒരുപാട്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുപാട് പണമൊക്കെ ചെലവഴിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കണം ദൈവം ആ ഒരു കരുണ അദ്ദേഹത്തോട് കാണിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മാറ്റർ ഇതാണ്. ഈ പിശാച് നോട്ടമിടുന്നത് ആരെയാണ്? ചുമ്മാ നടക്കുന്ന ഒരുത്തനെ നോട്ടമിടത്തില്ല. പിശാച് ആരെയാണ് നോട്ടമിടുന്നത്? പിശാച് നോട്ടമിടുന്നത് ദൈവത്തിന് ഉപകാരമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട വ്യക്തികളെ ആയിരിക്കും പിശാച് എപ്പോഴും നോട്ടമിടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അത് ചിലപ്പോൾ ആരെയുമാകാം, നമ്മളെയാകാം, നമ്മളുടെ പ്രിയപ്പെട്ടവരെയാകാം, നമ്മളുടെ തലമുറകളെയാകാം, നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളെയാകാം. അപ്പോൾ ആരെയും ആകട്ടെ ഈ പിശാച് നോട്ടമിടും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഈ പിശാച് നോട്ടമിടുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു ചെറിയ കുറവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഒരു പഴുതിലൂടെയായിരിക്കും ഇവൻ കയറുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം, പിശാച് നമ്മൾക്കെതിരെ എഴുന്നേൽക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ മരണത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പിശാചിൻ്റെ സമയത്തല്ല നമ്മളുടെ ജീവൻ പോകേണ്ടതും ദൈവത്തിൻ്റെ സമയത്താണ് പോകേണ്ടത്. അപ്പം ഈ കുറേ നാളുകൾക്ക് മുൻപേ ഒരു ദൈവദാസൻ്റെ മരണം ഇങ്ങനെ എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടാണ് കാണുന്നത്. എന്നാൽ ഒരു ദിവസം ഇദ്ദേഹം ഒരു ജുബയും മുണ്ടും ഷർട്ടും ഇതിട്ടിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അദ്ദേഹം അതിട്ടിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മരണം എന്നെ ഇങ്ങനെ ദൈവം കാണിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഞാൻ ആ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ, ദൈവത്തിൻ്റെ സമയത്തിന്, പ്രായമായ മനുഷ്യൻ എന്നാലും ഞാൻ പറഞ്ഞു, ദൈവമേ, ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുവാൻ ദൈവം അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. അപ്പോൾ പാസ്റ്ററാണല്ലോ, ഒരുപാട് പേരുടെ പ്രാർത്ഥനയൊക്കെ
അദ്ദേഹത്തിന് വരുന്നുണ്ടാകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാത്ത ആ ഡ്രസ്സിൽ ആ ഒരു ദിവസം ഞാൻ കാണുവാനും ഇടയായി. അപ്പോൾ അന്നേരം ഞാൻ അറിയുന്നത്, ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹം 2-3 ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. മരണത്തോട് മല്ലടിക്കുന്ന വിധത്തിൽ ചില വിഷയങ്ങളുടെ മുഖത്തായിരുന്നു. എന്ന് വെച്ചാൽ ചില ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുവാനായിട്ടിടയായി. ഞാനപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുവാൻ അങ്ങ് അനുവദിക്കരുത് എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടും അദ്ദേഹം ഇന്നും ജീവനോടെ ഇരിക്കുന്നു. എൻ്റെ മാത്രം പ്രാർത്ഥനയല്ല, എന്നാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഈ എളിയവളായ എൻ്റെ പ്രാർത്ഥനയും അതിനകത്ത് എന്താ പറയുക, ദൈവം സ്വീകരിച്ചു. ഓക്കെ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ വിഷയം ഞാൻ 1-2 പേരോട് ഷെയർ ചെയ്തു. അപ്പോൾ അതിലൊരു ആൻറ്റി എന്നോട് പറഞ്ഞു, അത് സംഭവിച്ചില്ലല്ലോ എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തോട് പറഞ്ഞു, എന്തോന്ന് ആൻറ്റി, ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തോട് പറഞ്ഞു, എന്തോന്ന് ആൻറ്റി, നമ്മളെ ദൈവം ഒരു വിഷയം കാണിക്കുന്നത് അത് സംഭവിക്കുവാനല്ല, അതിന് വിടുതലുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനാണ് ദൈവം കാണിക്കുന്നത്. അല്ലാതെ ദൈവം നമ്മളെ ഒന്ന് കാണിച്ചിട്ട് അല്ലേ, അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത് അല്ലേ? ദൈവം നമ്മളെ ഒന്ന് കാണിച്ചു, അത് സംഭവിച്ചു. ഒരാൾക്കൊരു ദോഷം വരുന്നതും ദൈവം കാണിച്ചു, നമ്മളത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളത് അല്ലേ? അങ്ങനെയല്ല, നമ്മുടെ ദൈവം അങ്ങനത്തെ ദൈവമല്ല. അതുകൊണ്ട് ദൈവം നമ്മളെ, അത് ഞാൻ നിങ്ങളോടും പറയുകയാണ്, ദൈവം നമ്മളെ എന്തെങ്കിലും കാണിച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ആരുമല്ലായിരിക്കും, വഴിയിൽ കൂടെ പോകുന്നതോ അടുത്തുള്ളവരോ എവിടെയെങ്കിലും ഉള്ളൊരു വേറെ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരെ കുറിച്ചൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ കാണിച്ചു തരുമ്പോൾ അത് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഇത് കാണിച്ചു തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയപ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞതൊന്നും അങ്ങനെ ഞാനൊരു സാധാരണക്കാരത്തി ആയതുകൊണ്ട് വലിയ വലിയ ആൾക്കാരൊന്നും അത് ഏറ്റെടുക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അവരോട് വിളിച്ച് പറയാനൊന്നും പോകുന്നില്ല, പോയിട്ടുമില്ല. കാരണം എന്താണ്, നമ്മളെ ഏൽപ്പിച്ചത് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഞാനിതിപ്പോൾ ഈ വീഡിയോ ചെയ്യുവാൻ കാരണം, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, ഉണർന്നിരിക്കണം. എന്താണ്, സമയത്തിന് മുൻപേ നമ്മളുടെ ജീവൻ എടുക്കുവാനുള്ള പിശാചിൻ്റെ പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. അതിനെ നമ്മൾ തകർക്കുക തന്നെ വേണം. എങ്ങനെയാണ് അതിനെ തകർക്കുന്നത്? അതിനെ നമ്മൾ തകർക്കുന്നത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഉപവസിക്കണം. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള വലിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ആർക്ക് വേണ്ടി? നമ്മളെ ദൈവം സ്വപ്നത്തിൽ കാണിച്ചാൽ അവർക്ക് വേണ്ടി. ഇനി അതൊന്നും അല്ലെങ്കിൽ, ദൈവമൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾക്ക് വേറൊരു വിഷയം കാണുവാനായിട്ട് കഴിയും. നമ്മൾക്കറിയാം, ഈ ജോഷുവയുടെ പുസ്തകം അതിനകത്തെ 3-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്താണ്, അവിടെ ഈ ജോഷുവയുടെ നേതൃത്വത്തിൽ, ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ഒരു യോർദാൻ്റെ ശക്തി അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ യോർദാനെ പറയുന്നത് എന്താണ്? യോർദാനെ മരണ യോർദാൻ എന്നാണ് പറയുന്നത്. കാരണം ഈ മരണ യോർദാൻ എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ഇത് മരണം കൊണ്ടുവരിക മാത്രമല്ല, അത് അപ്പാടെ നശിപ്പിച്ചു കളയും. അതിനകത്ത് തന്നെ നമ്മൾക്ക് ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കൊയ്ത്തുകാലത്താണ് ഇതെന്ത് ചെയ്യുന്നത്? കര കവിഞ്ഞൊഴുകുന്നത്. അപ്പോൾ ഈ കര കവിഞ്ഞൊഴുകുന്നത് എന്തിനാ? അവിടെയുള്ള എല്ലാ വിളകളും നന്മകളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അവിടെ എന്തുണ്ടെങ്കിലും ആ നന്മകളും സകലതും അത് നശിപ്പിച്ചു കളയും. അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ കൊയ്ത്തുകാലത്ത് ഇത് കര ഒഴുകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ യോർദാന്യ ശക്തിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് മുൻപോട്ടുള്ള യാത്രകളെ തടയുന്ന ഒരു ശക്തിയും കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വചനത്തിലോട്ട് തന്നെ വരാം. ജോഷുവയുടെ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ അവരുടെ ദൈവം കാണിച്ച വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയിലാണല്ലേ, ജോഷുവയുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ ഇവരിങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇവരെ അക്കരെ കടത്താതെ വേണം യോർദാൻ എന്ന് പറയുന്ന ആ ഒരു മഹാനദി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാ ഇവരെ അക്കരെ കടത്തത്തില്ല? ഇതെന്ത് ചെയ്യും? അതിനകത്ത് ആർക്കും ഇറങ്ങാനും പറ്റത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ മുക്കിക്കളയും. അതാണ് ഈ യോർദാൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത് കര കവിഞ്ഞൊഴുകുകയും ചെയ്യും. അതുകൊണ്ട് മരണം പതിയിരിക്കുന്ന ഒരു നദി ആയതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? മരണ യോർദാൻ എന്ന് അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. പുരോഹിതന്മാർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഇറങ്ങുന്ന, ദൈവ സാന്നിധ്യമുള്ള ആ ഒരു പെട്ടകവുമായിട്ട് പുരോഹിതന്മാരുടെ കാലെവിടെ ചവിട്ടി? അത് ദൈവം കൊടുത്ത ഓർഡറായിരുന്നു അല്ലേ, നിങ്ങൾ എവിടെ ചവിട്ടണം? പുരോഹിതന്മാർ പെട്ടകവുമായിട്ട് യോർദാൻ്റെ നദിയിൽ അവിടെ കാല് ചവിട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ യോർദാൻ എന്ത് ചെയ്യും? യോർദാൻ വഴിമാറി നിൽക്കും, ചിറ പോലെ നിൽക്കും. എന്നിട്ട് അവിടെ ഉണങ്ങിയ നിലത്തിലൂടെ ആര് കടന്നു പോകും? ഇസ്രായേൽ മക്കൾ കടന്നു പോകും. ഓർക്കുക, അവിടെ എന്താ സംഭവിച്ചത്? ഈ മരണ
യോർദാൻ തന്നെ അവർക്ക് വേണ്ടി വഴി ഒരുക്കുവാനായിട്ട് ഇടയായി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. ഇനി അടുത്തത് എന്താണ്? ഈ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. എപ്പോഴാണ് കരകവിഞ്ഞൊഴുകുന്ന? കൊയ്ത്ത് കാലത്ത്. അപ്പോൾ അതിനകത്ത് മറ്റൊരു മീനിങ്ങും കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഹൗസ് വൈഫാണ്, കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുമാനമാണ് ആ ഒരു കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇദ്ദേഹത്തെ അങ്ങ് തീർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക വരുമാന സ്രോതസ്സും കൂടെ പിശാചിന് ഇല്ലാതാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവൻ എത്ര വലിയ പ്ലാനുകളാണ് ഇത്. ആ ഒരു വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് നമ്മൾ വരണം. നമ്മൾ വന്നു കഴിയുമ്പോൾ മിക്കപ്പോഴും ഇത് ആരെയായി മരണശക്തി ഏറ്റവും കൂടുതൽ നോട്ടമിടുന്നത് ആരെയാണ്? അത് ചുമ്മാ ഒരു മരണം മാത്രമല്ല കൊണ്ടുവരുന്നത്, ആ ഒരു കുടുംബത്തിൻ്റെ വഴികളെപ്പോലും അടച്ചു കളയുന്ന വിധത്തിലായിരിക്കും ചില മരണശക്തികൾ ചില കുടുംബങ്ങളെ നോട്ടമിടുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിലെ നമ്മളുടെ ഫാദറിനെയാകാം, അല്ലെങ്കിൽ ഭർത്താവിനെയാകാം, അല്ലെങ്കിൽ മക്കളെയാകാം, ഒക്കെ ആൺമക്കളെ ഒക്കെ ആകാം ഇതെന്ത് ചെയ്യുന്നത്, ഈ ശക്തി നോട്ടമിടുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, നമ്മളുടെ എന്താണ് ഫസ്റ്റ് കിങ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഏലിയാവിൻ്റെ ഒരു ചരിത്രമുണ്ടല്ലേ. സാരാഫാത്തിലെ വിധവയുടെ അടുത്തോട്ട് ദൈവം എന്താണ് നമ്മുടെ ഏലിയാവിനെ അയച്ചു. അപ്പോൾ ഏലിയാവ് അവിടെ ചെന്ന്, അവിടെ ഒരു കുഞ്ഞു മോനുണ്ടല്ലേ, കുഞ്ഞു മോനും അമ്മയും കൂടെ മരിക്കുവാനായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അവരുടെ അടുത്ത് എന്താണ് കലത്തിലെ മാവ് തീർന്നു പോകാതെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ അവരെ പോറ്റിയ ഒരു ദൈവത്തിൻ്റെ കരുതൽ നമ്മളവിടെ കണ്ടു. അപ്പോൾ ഈ അത്ഭുതങ്ങളെല്ലാം അവർ കണ്ടതിന് ശേഷം എന്താ സംഭവിച്ചത്? ആ കുഞ്ഞാണ്ട മരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് മരിച്ചു പോയത് എന്താണ്? അപ്പോൾ ആ സ്ത്രീ നെടുവീർപ്പിട്ട് കരഞ്ഞു അല്ലേ, ദൈവപുരുഷൻ്റെ മുൻപിൽ കരഞ്ഞു, ഏലിയാവിൻ്റെ മുൻപിൽ കരഞ്ഞു. അപ്പോൾ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ആ കുടുംബത്തിനെ അവിടെ അങ്ങനെ അനർത്ഥം ചെയ്യരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുക്കുവാനായിട്ടിടയായി. അവിടെയും എന്തായിരുന്നു? ആ ഒരു ആൺതരി അല്ലേ, ആ വിധവയ്ക്ക് വേറെ കുഞ്ഞില്ല, ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞിനെയാണ് എന്ത് സംഭവിച്ചത്? അവളുടെ ആകെയുള്ള ഒരു ഇതാണ്, അവൾക്ക് ഭർത്താവുമില്ല, വിധവയാ, സാരാഫാത്തിലെ വിധവയാ, അവൾക്ക് ഭർത്താവുമില്ല, അവളുടെ ആകെ പ്രതീക്ഷയാണ് ആര്? ആ കുഞ്ഞെന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ കൊണ്ടുപോയത്, മരണം കൊണ്ടുപോകുന്നത്. അതിന് വേറെ അർത്ഥങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ടുള്ള വിഷയത്തിലോട്ട് വരാം. അപ്പോൾ എന്താണ്? അതിനെ തകർത്ത് കളയുവാനായിട്ടാണ് പിശാച് ശ്രമിച്ചത്. അവിടെ എന്ത് ചെയ്തു? ദൈവം ആ ഒരു പ്രവാചകനിലൂടെ ദൈവം ആ കുഞ്ഞിന് എന്ത് കൊടുത്തിരിക്കുകയാണ്? ജീവൻ തിരിച്ചു കൊടുത്തു. ഇനി സെക്കൻഡ് കിങ്സിലോട്ട്, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ എന്താണ്? ഏലിയാവിന് ശേഷം ഏലീഷ അല്ലേ. അപ്പോൾ ഈ ഏലീഷയുടെ ചരിത്രം എടുത്താലും ഇതുപോലെ തന്നെ കാണാം. ഏലീഷ പോകുമ്പോൾ, ശൂനേമിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ധനികയായ സ്ത്രീ ഉണ്ടായിരുന്നു, മക്കളില്ല അവർക്ക്. അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? ഈ ഏലീഷായിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? വീട്ടിൽ വിളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഒരു ദൈവപുരുഷൻ എന്നുള്ള ഒരു പരിഗണന കൊടുത്ത് നന്നായിട്ട് പോറ്റുകയും ഒക്കെ ചെയ്തു. ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടൊരു മുറി ഒരുക്കുകയൊക്കെ ചെയ്തു. ഏലീഷായ്ക്ക് വേണ്ടിയിട്ടൊരു മുറിയൊക്കെ തൻ്റെ ഭവനത്തിൽ ഒരുക്കി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണമെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ എന്താണ്? അവൾക്ക് അടുത്ത വർഷം ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ കുഞ്ഞ് അപ്പൻ്റെ കൂട്ടത്തിൽ വയലിലോട്ട് പോയത്. എന്തിനാ പോയത് അവിടെ അല്ലേ? നമ്മൾക്കറിയാം കുഞ്ഞു മക്കൾ അങ്ങനെ അപ്പന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ സ്കൂളിലൊന്നും പോകുന്നില്ലെങ്കിൽ അപ്പന്മാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ഒക്കെ പുറകെ നടക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞ് അപ്പൻ്റെ പുറകെ വയലിലോട്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? കുഞ്ഞിന് ഭയങ്കര തലവേദന. അതിനാണ് എൻ്റെ തല എന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് അപ്പൻ്റെ അടുത്ത് വന്ന് കരയുകയാണ്. അപ്പം പറഞ്ഞ് ഇത് കുഞ്ഞിനെ എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു? അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ബാലിക്കാരൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ബാലിക്കാരൻ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി. അമ്മ എന്ത് ചെയ്തു? മടിയിൽ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉച്ച ആയപ്പോൾ എന്ത് സംഭവിച്ചു? ആ കുഞ്ഞ് മരണപ്പെട്ടു പോകുവാനായിട്ടിടയായി. അപ്പോൾ ശൂനേം ആ സ്ത്രീ എന്താ ചെയ്തത്? ആ സ്ത്രീ വേഗം എലീഷയുടെ അടുത്തേക്ക് പോയി. അവൾ തന്നെ പോയി. അവിടെ ചെന്നിട്ട് എലീഷ എന്ത് ചെയ്തു? എലീഷ തൻ്റെ ഭൃത്യനെ അയക്കുവാനൊക്കെ നോക്കി. പക്ഷേ ആ പുള്ളിക്കാരത്തെ സമ്മതിച്ചില്ല. എലീഷ തന്നെ വരണമെന്ന് പറഞ്ഞ് എലീഷയെ കൂട്ടി വന്ന് എലീഷ അവിടെ ചെന്ന് നോക്കുമ്പോൾ എവിടെയാണ് കിടത്തിയിരിക്കുന്നത്? എലീഷയ്ക്ക് വേണ്ടി ഒരുക്കിയ പ്രവാചകൻ്റെ കട്ടലിലാണ് ആ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അവിടെ ആ കുഞ്ഞിൻ്റെ മേത്ത് കിടന്ന് അതിന് എന്താണ് ആ ഒരു പുള്ളിയുടെ ശരീരത്തിൻ്റെ ചൂട് ഏറ്റു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പുള്ളിയുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ ശക്തി ആ കുഞ്ഞിൻ്റെ മേൽ പകർന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ കുഞ്ഞിൻ്റെ മേൽ ജീവൻ പകരുവാനായിട്ടിടയായി. ഇവിടെയും ഈ മരണയോർധാനെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ മരണയോർധാനിൽ എന്താ സംഭവിച്ചത്? പുരോഹിതന്മാരുടെ കാല് ചവിട്ടിയപ്പോൾ അവരുടെ കാലിൻ്റെ മഹത്വമാണോ? അല്ല. എന്താ ഉള്ളത്? അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? അവരുടെ കയ്യിൽ ദൈവത്തിൻ്റെ പെട്ടകമായിരിക്കുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സാന്നിധ്യം ഇറങ്ങിയപ്പോഴാണ് ഈ മരണയോർദാൻ പിന്മാറിപ്പോകുവാനായിട്ടിടയായത്. അപ്പോൾ ഓർക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാമല്ലേ.
നമ്മളുടെ പ്രിയപ്പെട്ടവർക്കെതിരെയൊക്കെ എന്ത് കടന്നു വരാം? ഈ മരണത്തിൻ്റെ ശക്തി കടന്നു വരാം. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, ഈ മഴക്കാലം എന്നൊക്കെ പറയുന്നത് ഒത്തിരി മരണം പതിയിരിക്കുന്ന സമയങ്ങളാണ്. കാരണം എന്താണ്? റോഡുകളൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക, ഓരോ വിധത്തിൽ ഒന്നാമത് ഇന്നത്തെ ട്രാഫിക് എന്നൊക്കെ പറയുന്നത് ആൾക്കാർ ഒരു ബോധവുമില്ലാതെ അങ്ങ് സ്പീഡിൽ ഓടിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഓടിച്ചാലും എതിരെ വരുന്നവൻ സ്പീഡിൽ വേണ്ടാത്ത രീതിയിൽ ഓടിച്ചു വന്നു കഴിഞ്ഞാൽ ഒക്കെ അല്ലേ പല വിധത്തിലുള്ള മരണം കുടിയിരിക്കുന്ന ഒരു സമയമാണ് ഏത് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ആക്സിഡൻറ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാകുവാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട അത് തന്നെയാണ്. അവിടെ അല്ലേ കൊയ്ത്തുകാലം എന്ന് പറയുന്നത് എപ്പോഴാണ്? മഴയൊക്കെ തോർന്നിരിക്കുക അല്ലേ, ആ സമയത്താണ് കൊയ്ത്തുകാലം. അപ്പോഴാണ് ഈ കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് എന്താ വന്നിരിക്കുന്നത്? ഈ പിന്നെ അതിനെ എടുത്തുകൊണ്ട് പോകുക, നമ്മളുടെ നന്മകളെപ്പോലും നശിപ്പിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ മരണശക്തിയൊക്കെ തകർക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളുടെ മേൽ ഉണ്ടാകണം. ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ മരണശക്തി തകർന്നു പോകും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളുടെ ഉള്ളിലോട്ട് വരണം. ഈ അഭിഷേകം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാകും? നമ്മൾ വിശുദ്ധ ഒരു ജീവിതം നയിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിൽ വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ പുരോഹിതന്മാർക്ക് അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ആ പെട്ടകത്തിനകത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് അല്ലേ? ഇന്നെന്നാൽ അങ്ങനെയാണോ? നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ദൈവത്തിൻ്റെ ആലയത്തിനകത്താണ് ആര് വസിക്കുന്നത്? ദൈവം വസിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടം എന്ത് സംഭവിക്കും? അവിടെ എല്ലാ മരണബന്ധനങ്ങളും തകർന്നു മാറും. അതുകൊണ്ട് നമ്മൾ വേറെ ആരെയും തേടിപ്പോകേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ആ അഭിഷേകത്താൽ നിറഞ്ഞു പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം, പ്രാർത്ഥിക്കേണ്ടിടത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ നമ്മൾ ആരാധിക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ മരണയോർത്താൻ്റെ ശക്തി, ആ മരണശക്തി വിട്ടുമാറുന്നത് നമ്മൾ അറിയുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നമ്മളുടെയൊക്കെ വിഷയങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പിശാചിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് പ്രയോജനമുള്ളതിനെയൊക്കെ അല്ലെങ്കിൽ ആ കുടുംബത്തിന് പ്രയോജനമുള്ളതിനെയൊക്കെ തകർത്ത് കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഒന്നെങ്കിൽ എന്താ പറയുക, കുടുംബനാഥനെ അല്ലെങ്കിൽ തലമുറകളെ ഒക്കെ തകർത്ത് കളയുവാനുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ നമ്മൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വരുന്നതിന് മുൻപേ, അനർത്ഥം നമ്മളുടെ പടിവാതിക്കലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, വചനം വായിക്കുക. വചനത്തിനകത്തല്ലേ എന്തോരം വചനങ്ങളാണ് ദൈവം നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷൻ്റെ വചനങ്ങളല്ലേ? പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനാകുന്നു, ഞാൻ ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവം അല്ലേ? ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. ആ വചനമൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അത് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അതുപോലെ തന്നെ എന്താണ്? 23-ാം സങ്കീർത്തനം, അതിനകത്ത് സകലതുമുണ്ട്, സകല നന്മകളുമുണ്ട്. നമ്മളുടെ ആയുസ്സുണ്ട്, നമ്മൾക്ക് വേണ്ടുന്ന നന്മകളുണ്ട്, സകലതും അതിനകത്തുണ്ട്. 23-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അടുത്തത് എന്താണ്? 91-ാം സങ്കീർത്തനം. അതെന്താണ്? അത് പ്രൊട്ടക്ഷനാണ്. അവിടെ നമ്മൾക്ക് കാണാമല്ലേ എന്താണ്? രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ മാറിപ്പോയി എനിവേ അത് നിങ്ങൾ എടുത്തു. ആ ഒരു വചനം എടുത്ത് അതിനകത്തുണ്ട് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം അല്ലേ? അപ്പോൾ അതാ നമ്മളിവിടെ കണ്ടതല്ലേ? ആ ശൂനേമിലോട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വിധവയുടെ മകൻ ആ ഒരു സ്ത്രീയുടെ, ധനികയായ സ്ത്രീയുടെ മകനെ എപ്പോഴാണ് മരണം കൊണ്ടുപോയത്? ഉച്ച സമയത്താണ് കൊണ്ടുപോയത്. ഓർക്ക് ഈ മരണം എന്ന് പറയുന്നതും ഏത് സമയത്ത് വേണമെങ്കിലും കടന്നു വരാം. അതുകൊണ്ട് ആ ഒരു മരണശക്തിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശാസിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് 91-ാം സങ്കീർത്തനം അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെല്ലണം. അതുപോലെ തന്നെ 121-ാം സങ്കീർത്തനം, അതെന്താണ്? നമ്മളുടെ യാത്രകൾക്ക് പോലും പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ട് ഒന്നും നമ്മൾ ചൊല്ലിയില്ലെങ്കിലും 23, 91 അതുപോലെ 121 ഈ 3 സങ്കീർത്തനങ്ങളും നമ്മൾ ബൈഹേർട്ടാക്കിയിട്ട് നമ്മൾ പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മളത് റിപ്പീറ്റഡായിട്ട് പറയുവാനും നമ്മൾ തയ്യാറാകാം. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കുക. നമ്മൾക്ക് നമ്മുടെ സമയത്തിന് മുൻപേ, ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ നമ്മളുടെ ജീവൻ എടുക്കുവാൻ പിശാചിന് അധികാരമില്ല. അതിന് നമ്മൾ വിട്ടുകൊടുക്കരുത്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൽ 91-ാം സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആയുസിൻ്റെ മധ്യത്തിൽ വെച്ചിട്ടും നമ്മളെ എടുത്തു കളയുവാനുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് എല്ലാത്തിനും നീക്കുപോക്ക് തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.